ജിമ്മി, വ്യക്തത വരുത്തിയോ എന്തെങ്കിലും? ഈ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഞായറാഴ്ച തന്നെ ഒരു വാർത്താ സമ്മേളനം, സാധാരണ ഞായറാഴ്ച സർക്കാർ ഓഫീസുകൾ ചലിക്കാത്ത ഒരു നാട്ടിൽ ഞായറാഴ്ച തന്നെ വ്യക്തത വരുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചതിൻ്റെ ആ മഹാമനസ്കതയെ നമിച്ചുകൊണ്ട് വേണം നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വ്യക്തത വരുത്തിയ വാർത്താ സമ്മേളനത്തെ അനുസ്മരിക്കാൻ. എറണാകുളത്തെ മുൻ കളക്ടറായിരുന്നു ഈ ഗണേഷ് കുമാർ. അപ്പോൾ മലയാളവും അത്യാവശ്യമൊക്കെ മനസ്സിലാവും, ഇംഗ്ലീഷ് അറിയാവുന്നതാണ്. പക്ഷേ ഈ വാർത്താ സമ്മേളനം ഹിന്ദിയിലായിരുന്നു എന്നുള്ളത് കൂടി ഇന്ത്യയുടെ ഈ താഴെ കിടക്കുന്ന മനുഷ്യരായി നമ്മൾ ഓർക്കണം. പരിപൂർണമായും ഹിന്ദിയിൽ നിന്നൊരു വാർത്താ സമ്മേളനം. ഇംഗ്ലീഷ് നമ്മുടെ ഒഫീഷ്യൽ ഭാഷയായിട്ട് പോലും ഹിന്ദിയിലാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് കൂടി ഒരു കുറ്റമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അതിൻ്റെ ഉള്ളറകളിലേക്ക് പോയാൽ എനിക്ക് ഓർമ്മ വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നല്ല ഒന്നാന്തരം രാഷ്ട്രീയ പ്രസംഗം. CCTV ദൃശ്യങ്ങൾ, നമ്മുടെ അമ്മമാരുടെ, പെങ്ങന്മാരുടെ, പെൺമക്കളുടെ CCTV ദൃശ്യങ്ങൾ അവർക്ക് കൊടുക്കണമെന്നാണോ പറയുന്നത്? മാ ബഹനോങ്കി മംഗലസൂത്ര ഛീൻ ലേങ്കെ വോ ലോഗ് എന്ന മോദിയുടെ പ്രസംഗം ഓർമ്മയില്ലേ? എനിക്ക് കൃത്യം അതാണ് ഓർമ്മ വന്നത്. മോദിയുടെ കഴിഞ്ഞ ഛീൻ ലേങ്കെ വോ ലോഗ് എന്ന് പറഞ്ഞ മോദിയുടെ രാഷ്ട്രീയ പ്രസംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. അമ്മ പെങ്ങന്മാരെ എടുത്തു വെച്ചിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്ന മോദിയുടെ അതേ ലൈനിൽ നമ്മുടെ BJPയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന രീതിയിൽ ഇദ്ദേഹം സംസാരിക്കുന്നത്. ഒരു കാര്യവും കൂടെ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തോളിൽ തോക്ക് വെച്ച് വോട്ടർമാർക്കെതിരെ നിറയൊഴിച്ചാൽ ഞങ്ങളത് അനുവദിക്കാൻ പോകുന്നില്ല. അപ്പോൾ പ്രശ്നം ആരാ? വോട്ടർമാർക്കെതിരെയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഒന്ന്, അമ്മ പെങ്ങന്മാരുടെ CCTV ചോദിച്ചു രാഹുൽ ഗാന്ധി. രണ്ട്, ഇന്ത്യയിലെ വോട്ടർമാർക്കെതിരെ രാഹുൽ ഗാന്ധി എന്തോ വലിയ കുഴപ്പങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് 90 കോടി വോട്ടർമാർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് ഗണേഷ് കുമാറും സംഘവും ഇന്ന് പറഞ്ഞത്. നല്ല ഒന്നാന്തരം പൊളിറ്റിക്കൽ സ്പീച്ച് ഇന്ന് അദ്ദേഹം നടത്തി. ആ കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചെന്ന് പറയണം. കാരണം സൂര്യൻ എന്തൊക്കെ പറഞ്ഞാലും സത്യം അവസാനിക്കുന്നില്ല. സൂര്യൻ കിഴക്ക് തന്നെ ഉദിക്കും, ഒരിക്കലും സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുകയാണ്. എനിക്കിതിനകത്ത് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുക്കിക്കളഞ്ഞ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ടർമാർക്കെല്ലാം എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെന്താ ഈ 1 ലക്ഷം പേർക്ക് നോട്ടീസ് കൊടുക്കണമോ, ഇവരെയൊക്കെ വിളിച്ചു വരുത്തണമോ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. ഒരു ചോദ്യത്തിന് മറു ചോദ്യമായി ആര് പറഞ്ഞു രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക മണ്ഡലത്തിൽ ഒരു വീട്ടിൽ 880ഉം 800ഉം 80ഉം 70ഉം ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു? അവിടെ പോയി നിങ്ങളുടെ ആളുകൾക്ക് പരിശോധിക്കാമല്ലോ. 10 ലക്ഷം വീഡിയോമാരുണ്ടല്ലോ, ഇന്ത്യ മുഴുവൻ വലിയ സംവിധാനമുണ്ടല്ലോ. അതുപോയി ആദ്യം പരിശോധിക്കൂ, എന്നിട്ട് സംശയമുണ്ടെങ്കിൽ നോട്ടീസ് കൊടുക്കൂ. ഇതല്ലേ സാർ ഒരു ലളിത യുക്തി? പക്ഷേ അതല്ല. രാഷ്ട്രീയ പ്രസംഗത്തിൽ തിരിച്ച് ഉത്തരവില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞങ്ങ് പോവുകയാണ്. കേൾക്കുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോട്ടെ. ഞങ്ങളെന്താ 1 ലക്ഷം പേർക്ക് നോട്ടീസ് കൊടുക്കണമോ? പിന്നെ അടുത്തത്, വോട്ടർ പട്ടികയിൽ പിഴവുണ്ട്. ഇനിയിപ്പോൾ സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. രാഹുൽ ഗാന്ധി നല്ല വിശദമായി പൊളിച്ചടിക്കുക 1 മണിക്കൂർ 1.5 മണിക്കൂർ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് വോട്ടർ പട്ടികയിൽ പിഴവില്ല എന്നെങ്ങാനും ഗണേഷ് കുമാർ സംസാരിച്ചാൽ വട്ടാണെന്ന് ജനങ്ങൾ പറയും. അതുകൊണ്ട് പറയുകയാണ് വോട്ടർ പട്ടികയിൽ പിഴവുണ്ട്, പക്ഷേ ഇവരൊക്കെ കള്ളവോട്ട് ചെയ്തു എന്നതിന് തെളിവില്ല. അത് ശരി, അതാരാ കണ്ടുപിടിക്കണ്ടേ? അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതും നമ്മുടെ പണിയാണ്, രാഹുൽ ഗാന്ധിയുടെ പണിയാണ്. അപ്പോൾ ഒരു സംശയം തിരിച്ചു ചോദിക്കാമല്ലോ. ഈ പറയുന്ന വോട്ടർ പട്ടികയിലെ പിഴവുള്ള ആളുകൾ അവരവിടെ വോട്ട് ചെയ്തോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. ഈ പറയുന്ന ശകുൻ റാണി 2 വോട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം പരിശോധിക്കാമല്ലോ. അതെന്താ പരിശോധിക്കണ്ടേ? നിങ്ങൾ പരിശോധിച്ചാൽ പരിശോധനയാവില്ലേ? അതോ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പരിശോധിച്ചാലേ ആവുകയുള്ളൂ? അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, 1.5 ലക്ഷം പേർക്ക് ഞങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുന്നത് അസാധ്യമാണെന്ന് പറയുന്ന നുണ. 2, വോട്ടർ പട്ടിക കളവാണ്, പക്ഷേ വോട്ടർ പട്ടികയിലെ ഈ കളവനുസരിച്ച് വോട്ട് നടന്നോ എന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിന് തെളിവില്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. അതുകൊണ്ട് ബാംഗ്ലൂരിലൊക്കെ ഇരുന്ന് PDF ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കാണിച്ച് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, ഞങ്ങൾ വോട്ടർമാർക്കൊപ്പമാണ്. അങ്ങനെ 2 കള്ളങ്ങൾ അദ്ദേഹം പറഞ്ഞു, അത് പൊളിയുകയാണ്. മൂന്നാമത്തേത്, ഈ മെഷീൻ റീഡബിൾ ഡോക്യുമെൻ്റ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് വിശദമായി പലരും ചോദിച്ചു. അപ്പോൾ തിരിച്ചു പറഞ്ഞ മറുപടി, അതെങ്ങനെ കൊടുക്കാൻ പറ്റും? അത് കിട്ടിക്കഴിഞ്ഞാൽ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യും, അപ്പോൾ തരാൻ പറ്റില്ല. ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഡേറ്റ ഏത് ഡേറ്റയുടെ കാര്യമാണ് ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിങ്ങളുടെ വോട്ടർ പട്ടികയുടെ ഒരു മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള ഒരു പകർപ്പ് ചോദിക്കുന്നു. അതൊരു പെൻഡ്രൈവിൽ ഞാനിങ്ങനെ വാങ്ങിക്കുന്നു, എന്നിട്ട് ഞാൻ പരിശോധിക്കുകയാണ്. ഞാൻ ഇവിടെ പരിശോധിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിരിക്കുന്ന ഡേറ്റ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതെന്താ ഗണേഷ് കുമാറിന് വട്ടാണോ, അതോ വിഡ്ഢിയാണോ, അതോ ഞങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണോ? ഒരു കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് കോടതി എനിക്ക് തന്നാൽ കോടതിയിലിരിക്കുന്ന ഉത്തരവിൻ്റെ ഒറിജിനൽ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഭരണഘടനയുടെ ഒരു പതിപ്പ് ഇന്ത്യ എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഭരണഘടന കറക്റ്റായി പോകുമോ? വിവരക്കേടും മണ്ടത്തരവും അതോടൊപ്പം
കുറച്ച് രാഷ്ട്രീയ നമ്പറുകൾ വിട്ടല്ലോ വാർത്താ സമ്മേളനത്തിലെ മൂന്നാമത്തെ മണ്ടത്തരമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. മെഷീൻ റീഡബിൾ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലിരിക്കുന്ന വോട്ടർ പട്ടികയിൽ എന്തോ വലിയ ക്രമക്കേട് വരുമത്രേ. ഇനി ഈ CCTVയുടെ കാര്യത്തിൽ വളരെ രസകരമായൊരു കാര്യം, ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കക്ഷി 2025 ജനുവരിയിൽ അദ്ദേഹവും പറഞ്ഞിരുന്നു, ഈ CCTV ദൃശ്യങ്ങൾ ഇവർ പരിശോധിക്കാൻ തുടങ്ങിയാൽ 360 വർഷമെടുക്കും ഇവർ പരിശോധിച്ച് തീർക്കാൻ. അപ്പോൾ ഇവർക്കിത് എന്തിൻ്റെ ആവശ്യം? ഇന്ന് ഇദ്ദേഹം പറയുന്നു പെൺമക്കളുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും CCTVയിൽ കൊടുക്കില്ല. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ആദ്യത്തെ 45 ദിവസമാണെങ്കിൽ കൊടുക്കാം എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് സാർ, അത് മറന്നുപോയോ? എന്നിട്ട് പറയുകയാണ് 45 ദിവസം കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ CCTV ദൃശ്യങ്ങൾ കത്തിച്ചു കളഞ്ഞു. സത്യത്തിൽ ഇന്ത്യയിലെ ഒരു നിയമത്തിലും CCTV ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 45 ദിവസം കഴിഞ്ഞാൽ കത്തിച്ച് കളയണമെന്നില്ല. അങ്ങനെ ഒരിടത്തും എഴുതിയിട്ടില്ല. ആകെയുള്ളൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 45 ദിവസത്തിനകം പരാതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പരാതി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഖ്യാനിക്കുകയാണ് 45 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളതങ്ങ് കത്തിച്ച് കളഞ്ഞു, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് കഴിഞ്ഞ വർഷം രേഖകൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു രേഖ ഇറക്കിയത് എന്നതും ഈ തരുണത്തിൽ ആരും മറന്നു പോകരുത്. അപ്പോൾ CCTV ദൃശ്യങ്ങളിലെ ഒരു കത്തിച്ച് കളയാനുള്ളൊരു വ്യഗ്രത അതിഭീകരമാണ്. 2019 ഒരു പ്രത്യേക കോടതി ഉത്തരവിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് സീക്രസിയാണ്, അതുകൊണ്ടാണ് വോട്ടർമാരുടെ വോട്ടേഴ്സ് ലിസ്റ്റ് വിശദമായി കൊടുക്കാത്തതെന്നും കൂടി പറഞ്ഞു ഇന്ന് ഗണേഷ് കുമാർ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, 2 തവണ ഈ രീതിയിൽ കോടതി ഉത്തരവിൻ്റെ മറവിലും മറ്റൊരിക്കൽ സർക്കാർ ഉത്തരവിൻ്റെ പേരിലും CCTV ദൃശ്യങ്ങളും മറ്റ് പുതിയ തരത്തിലുള്ള സാങ്കേതികവിദ്യയുടെ വളർച്ചയുണ്ടായ തെളിവുകളും കൊടുക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കേസിൽ CCTV ദൃശ്യങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരൊറ്റ കാര്യമേ അതിനകത്ത് പറയുന്നുള്ളൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് നിയമത്തിനകത്ത് എന്താണോ ചട്ടത്തിൽ പറയുന്നത് അത് കൊടുക്കണം എന്നാണ്. അതിനകത്ത് CCTV ഇല്ല. കാരണം ചട്ടം എഴുതി വച്ചിരിക്കുന്നത് ഇതിനൊക്കെ മുമ്പാണ്, CCTV ഒക്കെ പിന്നെയല്ലേ വന്നത്. അതുകൊണ്ട് അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ കോടതി ഉത്തരവിൽ പറയുന്നത്. അതാണ് ഇവിടെ പ്രശ്നം. അതുമാത്രമേ ഉള്ളൂ പ്രശ്നം. എന്ന് മാത്രമല്ല, 2024 ഡിസംബർ 21 ചട്ടങ്ങളിൽ ഒരു ഭേദഗതി വരുത്തി. CCTV ഫുട്ടേജ്, വെബ്കാസ്റ്റിംഗ് ക്ലിപ്പ് ആസ് വെൽ ആസ് വീഡിയോ റെക്കോർഡിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ്, അത് ഇത്രയും കൊടുക്കാൻ പറ്റില്ല എന്ന ഒരു നിയമ ഭേദഗതി വരുത്തി. ഏത് ഭേദഗതി? റൂൾ 93 ഓഫ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിനകത്ത് എല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞതിനകത്ത് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള സാധനം, ഡോക്യുമെൻറ്റ്സ് എന്താണെന്നുള്ള തർക്കം വന്നപ്പോൾ ഒരു കോടതി CCTV ദൃശ്യങ്ങളെല്ലാം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഭേദഗതി വരുത്തുകയാണ്, ഓൾ ഡോക്യുമെൻറ്റ്സിൽ ഇതൊന്നും ഉൾപ്പെടില്ല. CCTVയെ പേടിക്കുന്ന മനുഷ്യരെല്ലാം ഒന്നെങ്കിൽ കള്ളന്മാരാണ്, അല്ലെങ്കിൽ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തോ കാര്യം മറയ്ക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു നമ്പർ ഇന്ന് അവിടെ ഇറക്കിയത്. ഇനി ഇതൊക്കെ പോട്ടെ, ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ആളുകൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും പരാതിയുണ്ടല്ലോ, ശരി, അതുകൊണ്ടാണ് ഞങ്ങൾ ബീഹാറിൽ സ്പെഷ്യൽ ഡ്രൈവ് കൊണ്ടുവരുന്നത്. സ്പെഷ്യൽ ഡ്രൈവ് കൊണ്ടുവന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഇതാ പരിഹാരം, ഇനി 15 ദിവസം കൂടെ ഉണ്ട്, നിങ്ങൾ മറുപടി കൊടുത്തോളൂ. അപ്പോൾ ചില മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റും ചോദിച്ചു, സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഭയങ്കര മഴയുള്ള സമയമാണ് ബീഹാറിൽ, ഈ സമയത്ത് തന്നെ ഇത് നടത്തണം എന്ന് നിർബന്ധമുണ്ടോ? മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. 2023, 2004 2005 കാലത്താണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. അന്ന് 2005 2 സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും സ്പെഷ്യൽ ഇൻറ്റൻസ് ഡ്രൈവ് വേണ്ട എന്ന് തീരുമാനമെടുത്തിരുന്നു. അത് മഹാരാഷ്ട്രയിലും അരുണാചലിലുമാണ് 2005. എന്താ കാരണം? ആ വർഷം അവിടെ തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ വർഷം അവിടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് ഡ്രൈവ് നടന്നില്ല. ഇതിന് താങ്കൾക്ക് എന്താ മറുപടി എന്ന് ചോദിച്ചു. മറുപടി ഉണ്ടായില്ല. 2003 ഇതിനു മുമ്പ് ബീഹാറിൽ നടന്നത്. അത് 1 വർഷം എടുക്കുന്ന പ്രോസസ്സായിരുന്നു. ഇത്തവണ നിങ്ങളുടേത് 2 മാസം എടുക്കുന്ന പ്രോസസ്സാണ്. എന്താ കാരണം? അതിനും മറുപടിയില്ല. മറുപടിക്ക് വേണ്ടിയല്ല ഇന്നത്തെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്, സംശയങ്ങൾ ദൂരീകരിക്കാനുമല്ല. രാഹുൽ ഗാന്ധിയുടെ ബീഹാറിലെ പ്രചരണം തുടങ്ങുന്ന ദിവസം ഞായറാഴ്ചയായിട്ട് കൂടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സകല സന്നാഹവും ഒരുക്കി വന്നത് രാഹുൽ ഗാന്ധിക്കുള്ള രാഷ്ട്രീയ മറുപടി പറയാനാണ്, രാഷ്ട്രീയ പ്രസംഗം നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ദിവസം വിനിയോഗിച്ചത്, അവരുടെ 1.5 മണിക്കൂർ വിനിയോഗിച്ചത്. വളരെ വിദഗ്ധമായി അതിനെല്ലാം മറുപടി പറയുകയും അതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ മോനയൊടിഞ്ഞു പോകും എന്നുമാണ് ചോദിച്ചത്. രാഹുൽ ഗാന്ധി തിരിച്ച് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, ഞാൻ ഇതൊക്കെ തരണമെന്ന് നിങ്ങൾ പറയുന്നു. ഇതേ ആരോപണമല്ലേ BJPയുടെ നേതാവ് അനുരാഗ് താക്കൂർ പറഞ്ഞത്? അയാൾക്ക് വേണ്ടേ?
ആ ഒരൊറ്റ ഉത്തരത്തിൽ ഈ ആവേശം മുഴുവൻ കൊഴിഞ്ഞുപോയി എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രചരണ ജാഥയ്ക്ക് ഇത്രയും നല്ലൊരു പബ്ലിസിറ്റി വേറൊന്നും കിട്ടാനുമില്ല. അപ്പോൾ ഉദ്ദേശിച്ചത് നടന്നുമില്ല. നിങ്ങൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു. പിന്നെ രാഷ്ട്രീയത്തിൽ പറ്റിയാൽ ഈ പണി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, അങ്ങ് തിളങ്ങും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്, നാട്ടുകാർക്കും തോന്നിക്കാണും. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കസേരയിലിരിക്കാൻ ഒരു യോഗ്യതയും ജ്ഞാനേഷ് കുമാർ നിങ്ങൾക്കില്ല. കേരള കേഡറിലെ ഈ ഉദ്യോഗസ്ഥൻ നടത്തിയ തനി രാഷ്ട്രീയ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ രാഷ്ട്രീയ പ്രസംഗമായും ഒരു വാർത്താ സമ്മേളനമായും രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. Meet the editors.